ഈ മണ്ഡലകാലം തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലുണ്ടായ അനിയന്ത്രിതമായ തിരക്കും ഭക്തർക്കുണ്ടായ അസൗകര്യങ്ങളും നിയന്ത്രിക്കുന്നതിലും ഏർപ്പാടുകൾ ക്രമീകരിക്കുന്നതിലും ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് വിമർശിച്ചത് ഹൈക്കോടതിയാണ്. മുന്നൊരുക്കവും ആസൂത്രണവും പാളിയെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് പുതിയ ദേവസ്വം ബോർഡ് ചെയർമാനും അധ്യക്ഷനും സമ്മതിക്കുന്നു. ഈ മുന്നൊരുക്കമില്ലായ്മയുടെ കുറ്റം ആരുടേതാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, CPM വക്താവ് ഡോക്ടർ PK ഗോപൻ, ഹിന്ദു ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ എന്നിവർ. ആദ്യം അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, ഇത് നോക്കൂ, ഈ സാധാരണ ഇതിൽ 1 ലക്ഷം ആളുകൾ വരെ 1.25 ലക്ഷം വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ട്. പക്ഷെ ചെറിയ തോതിലൊന്ന് എണ്ണം കൂടുമ്പോഴേക്കും ഈ സംവിധാനങ്ങൾ താറുമാറാകുന്നത് ഒരുപക്ഷെ ഈ സ്പോട്ട് ബുക്കിംഗ്, ഇന്ന് സ്പോട്ട് ബുക്കിംഗ് കുറച്ചിട്ടുണ്ട് ഹൈക്കോടതി. സ്പോട്ട് ബുക്കിംഗ് കടന്നും ആളുകൾ വരുന്നതുകൊണ്ടാകാം. ഇതിൽ നിങ്ങൾ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും കുറ്റപ്പെടുന്നതിൽ കാര്യമുണ്ടോ? അജിംസെ, സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അല്ലാതെ എനിക്ക് അജിംസിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മീഡിയ വണ്ണിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പോകുന്ന ഭക്തന്മാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ ശബരിമല ഉണ്ടായത് ഈ 10 വർഷത്തിനകം അല്ലല്ലോ. അവിടെ ഭക്തർ വരാൻ തുടങ്ങിയിട്ടും 10 വർഷമല്ലല്ലോ ആയിട്ടുള്ളൂ. എത്രയോ കാലങ്ങൾ നിൽക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും കേന്ദ്രമാണ്. അവിടെ ആളുകൾ വരും. ഇതിനു മുമ്പ് വെർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം കൊണ്ടുവന്നപ്പോഴും നമുക്കറിയാം അത് ഈ പറയുന്ന തിരക്കൊഴിവാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൃശ്ചിക മാസ പുലരി ആയിക്കഴിഞ്ഞാൽ അവർ വ്രതം നോറ്റ് കാത്തിരുന്ന് അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവർ വരും. അവരെ നമുക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് എന്തൊക്കെ ക്രമീകരണം ചെയ്യാൻ പറ്റും? അവർക്കാവശ്യമായ യാത്രാ സൗകര്യം ഒരുക്കണം. അതിന് KSRTCയുടെ സർവീസുകൾ, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം, അതുപോലെ തന്നെ ഈ ആളുകൾ വരുമ്പോൾ ആളുകൾ 4 മണിക്കൂറോ 8 മണിക്കൂറോ ക്യൂവിൽ നിൽക്കുന്നതൊന്നും ഒരു ഭക്തന് പ്രശ്നമല്ല. കാരണം അവൻ കഠിന വ്രതം നോറ്റ് വരുന്നവനാണ്. കല്ലും മുള്ളും കാലിക്കും മെത്തയായി കണ്ട് വരുന്നവനാണ്. അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം? അവിടെ നിന്ന് ക്ഷീണിക്കുന്ന ആളുകൾക്ക് കരിങ്ങാലി വെള്ളം കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ പച്ചവെള്ളം കൊടുക്കുമായിരുന്നു, ശുദ്ധജലം കൊടുക്കുമായിരുന്നു, കുടിനീര് എന്ന നിലയിൽ ഗ്ലൂക്കോസ് കൊടുക്കുമായിരുന്നു. എത്രയോ സന്നദ്ധ സംഘടനകളാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നത്. നമുക്ക് സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ എന്തിനു ഒഴിവാക്കണം? അപ്പം ഇതിനു മുമ്പില്ലാത്ത ഒരു പ്രതിസന്ധി 4-5 മണിക്കൂറുകൾ ഒരിറ്റ് കുടിനീര് കിട്ടാതെ കുട്ടികൾ സഹിതം വന്നു നിൽക്കുന്ന ഭക്തർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ബോർഡാണ്, പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടത് സർക്കാരാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ 500 കോടിയാണ് പ്രതിവർഷം വരുമാനം വരുന്നതെങ്കിൽ 2500 കോടി രൂപ പല വഴികളിൽ കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് നൽകുന്ന വെള്ളത്തിൻ്റെ പണം വാങ്ങുന്നത് സർക്കാരാണ്. അവിടേക്ക് പോകുന്ന KSRTC സർവീസിൽ യാത്രാ സൗകര്യത്തിന് അതുപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് ടിക്കറ്റ് നിരക്കിനത്തിൽ വരുന്ന പണം സർക്കാരിലേക്കാണ്. പെട്രോൾ അടിച്ചു വരുന്ന വാഹനങ്ങൾ, അതിൻ്റെ നികുതി അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിലേക്കാണ്. ഒരു തീപ്പെട്ടി മുതൽ ഒരു തോർത്ത് വരെ വാങ്ങുന്ന ഒരു സാമ്പിൾ സോപ്പ് വാങ്ങിയാൽ പോലും അതിൻ്റെ വിഹിതം വരുന്ന സർക്കാരിലേക്കാണ്. നേരിട്ടും അല്ലാതെയും കോടിക്കണക്കിന് രൂപ എത്തുന്നുണ്ട്. അല്ല ശബരിമലയിൽ നിക്ഷേപിക്കുന്ന പണം വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. മാത്രമല്ല, ശബരിമലയിൽ വരുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പണമാണെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. അവിടെയൊക്കെ കാലേ കൂട്ടി എല്ലാ കാലത്തും എങ്ങനെയാണ് സീസൺ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കും. ഇവിടെ എന്താ ഇവർ ചെയ്തത്? ഇവർ പൊളിറ്റിക്കൽ അപ്രോച്ചിൻ്റെ ഭാഗമായി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു സമുദായ ധ്രുവീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകര രാഷ്ട്രീയത്തിൻ്റെ വിത്തുപാകിയാൽ ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടും എന്നതാണ് അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ അവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ ആയിരുന്നില്ല. വൃശ്ചിക മാസം എത്തുന്നതിന് മുമ്പ് എന്താ പമ്പയിൽ നടന്നിരുന്നത്? പമ്പയിൽ വളരെ കൃത്യമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച്, വകുപ്പ് മേധാവികളെ വിളിച്ച് അവിടുത്തെ പോരായ്മകൾ പരിഹരിച്ച് അത് വിലയിരുത്തി അവിടെ കൃത്യമായി കാര്യങ്ങൾ എന്നും ഏത് സർക്കാരിരുന്നാലും, അതിപ്പോൾ ഇടത് വലത് സർക്കാർ ഏതിരുന്നാലും അത് ചെയ്തു വന്നിരുന്നു. പക്ഷേ ഇക്കുറി അതുണ്ടായില്ല. കാരണം ഇക്കുറി രാഷ്ട്രീയ മാമാങ്കത്തിന് പോയി.
തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിന് പോയി. അയ്യപ്പ ഭക്തന്മാരുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയ സമ്മേളനവും രാഷ്ട്രീയ പ്രചരണവും നടത്താൻ പോയപ്പോൾ അവിടെ വരുന്ന ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് മറന്നു, ദേവസ്വം ബോർഡ് മറന്നു. അതാണ് യാഥാർത്ഥ്യം. വളരെ സങ്കടകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് പാർട്ടി നിയമിച്ച ആളല്ലല്ലോ ദേവസ്വം പ്രസിഡന്റ്, ആണോ? ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി നിയമിച്ച ആളാണോ? അല്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഭയാനകം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇതൊരിക്കലും വലിയ ദുരന്തത്തിന് ഇട നൽകുന്ന കാര്യമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഹൈക്കോടതി മുന്നൊരുക്കങ്ങൾ നിയമിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണല്ലോ. മുന്നൊരുക്കങ്ങൾ ഒരു 6 മാസം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ നടക്കേണ്ട ഒരു റിവ്യൂ അത് നടന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നടക്കാത്തതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? അല്ല, ഞാൻ പറയട്ടെ, മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്ന ഇത് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നതോ ഒരു സുനാമി വരുന്ന പോലെ വരുന്ന കാര്യമല്ലല്ലോ ശബരിമല സീസൺ എന്ന് പറയുന്നത്. ശബരിമല സീസൺ എന്ന് പറയുന്നത് കാലങ്ങളായി അനുവർത്തിച്ച് വരുന്ന നടന്നു വരുന്ന പ്രോഗ്രാംസ് അവിടെ ഉണ്ട്. ആ പ്രോഗ്രാംസിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ. ആ ടൈം ടേബിൾ അനുസരിച്ച് കാര്യം നടന്നാൽ മതി. പുതിയ പാക്കേജും പുതിയ പരിഷ്കാരവും ലോകത്തുള്ള മുഴുവൻ ഭക്തരെയും ക്ഷണിച്ചു വന്നാൽ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ അവർക്ക് വരാനുള്ള സ്ഥലമില്ലെന്ന് ആർക്കും അറിയാത്തത്. അപ്പോൾ വരേണ്ടവർ വരും. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര അപകടമാണെങ്കിലും എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും പട്ടിണി നിൽക്കേണ്ടി വന്നാലും പട്ടിണി കിടക്കേണ്ടി വന്നാലും വീട്ടിൽ നിന്ന് മാറി കേരളത്തിലേക്കാൾ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി അറിയാമോ? അയ്യപ്പനായി മാലയിട്ട് കറുപ്പണിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഭക്തന്മാർ ഒരിക്കലും സ്വാമിയായി കഴിഞ്ഞാൽ വീട്ടിൽ പോലും പോവില്ല മറ്റു സംസ്ഥാനങ്ങളിൽ. ഇവിടെയൊക്കെയാണ് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ആഹാരം കഴിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനല്ല. ആ പോകുന്ന സംഘം ഒന്നിച്ച് ഒരിടത്ത് താമസിച്ച് സ്വയം പാചകം ചെയ്ത് അവിടെ കഴിച്ച് വരുന്നവരാണ്. അവരെന്ത് ബുദ്ധിമുട്ടും സഹിക്കും. ആ ബുദ്ധിമുട്ടൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ കൃത്യമായി നടന്നു വരുന്ന ഒരു ടൈം ടേബിൾ ഉണ്ട് അജിംസെ. ആ ടൈം ടേബിൾ പാലിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ഇവരതിൽ ശ്രദ്ധിച്ചില്ല. 6 മാസം മുന്നേ മുന്നൊരുക്കത്തിന് ചർച്ച നടന്നോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നടന്ന ക്രമീകരണങ്ങളുണ്ടോ? ഇതൊക്കെ ചോദ്യന്യായമാണ്. തുടങ്ങിയിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ പ്രയോറിറ്റി മാറി. അവരുടെ പ്രയോറിറ്റി മാറിയിട്ട് ഇപ്പോൾ രാഷ്ട്രീയവും വരാനിരിക്കുന്ന 6 മാസത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും മാത്രം അജണ്ടയായി മാറിയപ്പോൾ ഭക്തരെ മറന്നു. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മറന്നു. സമ്പൂർണമായി ഭക്ത സമൂഹത്തോട് നീതി നിഷേധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒറ്റ വരി അജിംസെ, എനിക്ക് വലിയ സങ്കടം തോന്നി. മനസ്സിൽ വലിയ വിഷമം തോന്നി. കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന, 18ാം പടി ചവിട്ടാതെ മടങ്ങേണ്ടി വരുന്ന ആളുകളുടെ സങ്കടം മാധ്യമങ്ങളിലൂടെ നാം കാണുന്നില്ലേ? എത്രയോ നോവാണ് അവർക്ക്. ഒരു വർഷത്തിൽ അവരുടെ സമ്പാദ്യവും അവരുടെ സ്വപ്നങ്ങളും ആയി വ്രതം നോറ്റ് വരുന്ന ആളുകൾ ഒരിറ്റ് വെള്ളം കിട്ടാതെ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ കഴിയാതെ 18ാം പടി ചവിട്ടാതെ മടങ്ങേണ്ടി വരുന്ന ദുരന്തം എന്ന് പറയുന്നത് അതിൽ ഉത്തരവാദി ഗവൺമെന്റ് ആണ്, ദേവസ്വം ബോർഡാണ്. അതിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിനപ്പുറമുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ജയകുമാർ അദ്ദേഹം പറയുന്നത് ഭയാനകമാണ് അവിടുത്തെ സ്ഥിതി എന്നാണ്. ഭാഗ്യം കൊണ്ടാണ് ഒരുപക്ഷെ ചെറിയൊരു അപകടം പോലും ഇല്ലാതിരുന്നു. അത്രയധികം തിരക്ക് അവിടെ കണ്ടു. തിരക്ക് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. പരാതിയായി തന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ചെയർമാൻ തന്നെ പറയുന്നു ഈ ഒരു റിവ്യൂ പ്രോസസ്സ് നടന്നിട്ടില്ല, ഒക്ടോബർ മാസത്തിൽ നടക്കേണ്ടതാണ്, നടന്നിട്ടില്ല എന്ന്. സാധാരണ രീതിയിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന ഒരു മെഷീനറി ശബരിമലയിലുണ്ട്. അത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. ഇക്കുറി എന്താണ് സംഭവിച്ചത്? അവിടെ നമ്മൾ ശ്രീ അജിംസെ കാണേണ്ടുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട കോടതി 70,000 വെർച്വൽ രജിസ്ട്രേഷൻ, 20,000 സ്പോട്ട് ബുക്കിംഗ്, ഇതാണ് അനുവദിച്ചിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ ദിവസം വന്ന ആളിൻ്റെ എണ്ണം എത്രയാണ്? അതായത് സ്പോട്ട് ബുക്കിങ്ങിനകത്ത് തന്നെ 17,000 പേരുടെ വർധനയുണ്ടായി. 90,000 പേരുടെ സ്ഥലത്ത് ആണ് ഇതുണ്ടായത്. അതുപോലെ വെർച്വൽ ബുക്കിംഗ് ചെയ്തവരിൽ ചിലർ അമിതമായിട്ട് ദിവസങ്ങൾ മാറി വരുന്നു, സമയം മാറി വരുന്നു. അത് പൂർണ്ണമായിട്ടും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചില പ്രയാസങ്ങൾ വരുന്ന ഭക്തർക്കും ഉണ്ടാവും. തീവണ്ടിയുടെ സമയത്തിൻ്റെ പ്രശ്നമോ ഫ്ലൈറ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ വരുന്നതിൻ്റെയോ റോഡ് ബ്ലോക്കിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങൾ അവിടെ വന്നേക്കാം. പുറത്തുനിന്ന് വരുമ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ മുകളിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചപ്പോൾ ഈ അധികമായി വരുന്ന ആളുകളെ കണ്ടിട്ടാണ് അദ്ദേഹം ഈ നിയന്ത്രണങ്ങൾക്ക് അതീതമായി വരുന്ന ഭക്തരെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതല്പം ഭയാനകമായ ഒരു സാഹചര്യമാണുള്ളത് എന്ന് പറഞ്ഞത്. ഈ യാഥാർത്ഥ്യബോധത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്ന നിലപാടെടുക്കുമ്പോൾ ആകെ തിരിച്ചു പോകേണ്ടി വരുന്നവർക്കോ അസ്വസ്ഥതയുള്ളവരോ ഈ വരുന്ന 90,000 പേർക്ക് ആ പ്രശ്നമില്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു വലിയ വാർത്ത എന്താണ്? കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് 17-18 അംഗങ്ങളുള്ള സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള ഒരു കുടുംബം അവിടെ ദർശനത്തിനായിട്ട് ചെന്നിട്ട് തിരിച്ചിറങ്ങേണ്ടി വന്നു. പോലീസ് എന്താ ചെയ്തത്? പോലീസ് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോയി ദർശനം നടത്തുന്ന വാർത്തയും ചാനലുകൾ കൊടുത്തു. നെഗറ്റീവ് മാത്രം വലിയ തോതിൽ കൊടുത്ത് രാഷ്ട്രീയവൽക്കരിക്കാൻ പരിശ്രമിക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനെ കൊണ്ടൊരു സംഭവം നടത്തേണ്ടി വന്നു, അവർക്ക് വസ്തുത പറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന 1,00,000-ലധികം വരുന്ന ആളുകൾക്ക്, അമിതമായിട്ട് വരുന്ന ആളുകൾക്ക് ആണ് കുറച്ച് പേർക്ക് സൗകര്യം കിട്ടാതെ വരുന്നത്. ആ പ്രശ്നം 2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മുന്നൊരുക്കം നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ CMന്റെ അവിടെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടല്ലേ CM അതിൽ മുൻകൈ എടുത്തത്. ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തതോ അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടിയല്ല. ദീർഘകാലങ്ങളിലായി അവിടെ ഇത്തരം പ്രശ്നങ്ങൾ കഴിഞ്ഞ 10-25 കൊല്ലക്കാലത്തെ ശബരിമലയിലെ ഭക്തരുടെ വരവിൻ്റെ എണ്ണമെടുത്ത് ഓരോ വർഷവും എത്രയാണ് അധികരിക്കാൻ പോകുന്നത്, അതനുസരിച്ച് അവിടെ വിപുലമായ സൗകര്യം ഉണ്ടാകണം. അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശബരിമല ക്ഷേത്രം കാനന ക്ഷേത്രമാണ്. ഒരു കാനന ക്ഷേത്രത്തിൽ എന്ന പരിമിതി ശബരിമല മാസ്റ്റർ പ്ലാനോ 5 വർഷത്തെ അവിടുത്തെ വികസനമോ അല്ല എന്ന് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം അവിടെ ബയോ ടോയ്ലറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കുടിവെള്ളം ലഭ്യമല്ല തുടങ്ങിയ അടിയന്തര പ്രശ്നങ്ങൾ. ഇപ്പോൾ ഭാവിയിൽ അവിടെ താമസ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതിനെ കുറിച്ച് ഹൈക്കോടതി പറയേണ്ടത് അത് വേറെ കാര്യമാണ്. അത് ദീർഘകാല പദ്ധതിയാണ്. ഒരു പിൽഗ്രിം സീസണിൽ അവിടെ ബയോ ടോയ്ലറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും റിവ്യൂ ചെയ്തിട്ടില്ല, അതിന് സൗകര്യം ഉണ്ടോ എന്ന് ആരും പരിശോധിച്ചിട്ടില്ല. അതിലെ അർത്ഥം അല്ല, ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ അതല്ല കാര്യം. ഞാനൊരു ചെറിയ കണക്ക് ശ്രീ അജ്മിസെ പറയാം. വിവിധ സ്ഥലങ്ങളിലായി 3000 ടോയ്ലറ്റ് ഉണ്ട് അവിടെ. വിവിധ സ്ഥലങ്ങളിലായി പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഒക്കെ ആയി. സന്നിധാനത്ത് മാത്രം 1000-ലധികം ടോയ്ലറ്റ് ഉണ്ട്. ഇതിൽ നിലയ്ക്കലും പമ്പയിലും ഒക്കെ ഉള്ള ടോയ്ലറ്റ് ബയോ ടോയ്ലറ്റ് ഉണ്ട്. അതിനകത്ത് 1-ലധികം കണ്ടെയ്നറുകൾ സംവിധാനത്ത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ഈ 3000 ടോയ്ലറ്റുകൾ 90,000 പേർക്ക് സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾ 90,000-ത്തെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി 30 പേർക്കാണ് ഒരു ദിവസം ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് സഫീഷ്യൻ്റ് ആണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. പക്ഷെ വന്ന പ്രശ്നം എന്താ? ഈ 90,000-ത്തിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നവർ മാത്രമല്ല, വന്നവർ 1-2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ടോയ്ലറ്റിനകത്ത് ചെറിയ പ്രതിസന്ധി ഉണ്ടായി. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ടോയ്ലറ്റ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് പരസ്യം ചെയ്ത അത്ര ആളുകൾ ഈ പ്രതിസന്ധി ഉണ്ടായ ദിവസങ്ങളിൽ അവിടെ എത്ര പേർ വന്നു എന്ന കണക്ക് ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ടോ? കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് 1,00,000 മുതൽ 1-15 വരെയൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്, പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട് എന്നാണ്. അല്ല, അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. 1-15 വരെ വരാൻ പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് 20,000 സ്പോട്ട് ബുക്കിംഗ് അവർ പെട്ടെന്ന് വെട്ടിച്ചുരുക്കി ഷോർട്ട് കട്ട് ചെയ്ത് 5,000 ആക്കിയല്ലോ. എന്തുകൊണ്ടാ? ഓവർ ക്രൗഡ്. അത് ശബരിമല പോലുള്ള ഒരു സന്നിധാനത്ത് ഓവർ ക്രൗഡ് പ്രാക്ടിക്കൽ അല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് കൃത്യമായി അവരുടെ നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ 20,000 5,000 ചുരുക്കിയത്. പ്രാക്ടിക്കലിലേക്ക് കോടതി വന്നു, പ്രായോഗികതയിലേക്ക് വന്നു. അത് കണ്ടുകൊണ്ടാണ് കോടതിയുടെ ആ ശരിയായ സംവിധാനം അനുവദിക്കാൻ പറ്റുന്നത് തന്നെ, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് തന്നെ എപ്പോഴാണ്? തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ അവിടെ എത്തുന്ന ആളുകൾക്ക് ആ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കാം. ഇപ്പോൾ നേരത്തെ തന്നെ വിർച്വൽ ക്യൂ വഴി എത്തുന്ന ആളുടെ എണ്ണം തന്നെ കൂടുതലാണെങ്കിൽ പിന്നെ അവിടെ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യമേ ഉദിക്കുന്നില്ലല്ലോ. അല്ല, അത് ശരിയല്ല. ആ നിരീക്ഷണമേ ശരിയല്ല. കാരണം വെർച്വൽ ബുക്കിങ്ങിനകത്ത് വരുന്ന ടീമായിട്ട് വരുന്ന ആളുകളുണ്ട്. 15, 20, 30 പേര് ഒരു സംഘം ഭക്തർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കകത്ത് 4, 5, 10 പേർക്ക് അവർ ഔട്ടായി കഴിഞ്ഞാൽ, വെർച്വൽ ഔട്ടായി കഴിഞ്ഞാൽ അവരുടെയും കൂടെ സൗകര്യം മാനിച്ചുകൊണ്ടാണ് അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. പക്ഷേ ഈ സ്പോട്ട് ബുക്കിങ്ങിനകത്ത് ഉള്ളതിൽ കൂടാതെ അനധികൃതമായിട്ട് ആളുകൾ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിച്ച് അതിനെ എടുക്കണ്ട. ഇന്നലെ ഞാനത് പറഞ്ഞില്ല, പക്ഷെ ഇന്ന് ഞാനത് പറയുന്നു. കുറച്ചു പേരെങ്കിലും ബോധപൂർവമായി ഈ ലീഗൽ സൈഡ് നോക്കാതെ കടന്നു വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കേവല ഭക്തർ മാത്രമല്ല. ഇപ്പം കാനനപാതയിലൂടെ ഇന്നലെ ADGP അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. കാനനപാതയിലൂടെ കുറച്ചു പേർ വരുന്നുണ്ട്, അവരെ നിയന്ത്രിച്ചേ മതിയാവൂ. അവർ സ്പോട്ട് ബുക്കിങ്ങിന്റെ ഭാഗമല്ല, വെർച്വൽ ബുക്കിങ്ങിന്റെ ഭാഗമല്ല. എന്തിനാണ് ഈ 2 സിസ്റ്റം അവിടെ ഏർപ്പെടുത്തിയപ്പോൾ വരുന്ന ആരാണെന്നാണ് ഗോപന്റെ ആരോപണം?
കേവല ഭക്തരല്ല. അവര് സത്യസന്ധമായി വരുന്ന ഭക്തർ, അതിൽ 90% പേരെ ഞാൻ സത്യസന്ധരായി വരുന്ന ഭക്തരായിട്ട് മാനിക്കുന്നു. അതായത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വരുന്നതാണ്, കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ്. പ്രശ്നം ഉണ്ടാവണം അവിടെ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വരുന്നവരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷെ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ശബരിമലയെ സുവർണാവസരമാക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് ഗോപൻ. അവിടെ കക്ഷി രാഷ്ട്രീയം നടപ്പിലാക്കാൻ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരൊക്കെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. ഇത്രയധികം ആളുകളെ ശബരിമലയിലേക്ക് അയച്ച് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശ്രമിക്കുമോ? അജിംസ് അവരെ ന്യായീകരിക്കണ്ട. ഞാൻ ന്യായീകരിച്ചല്ല, എന്റെ പ്രായോഗികത ചോദിച്ചതാണ്. ഞാൻ ന്യായീകരിച്ചല്ല ഗോപൻ, അതിന്റെ പ്രായോഗികതയാണ്. ഒരു 10,000-15,000 പേരെയൊക്കെ വിട്ട് ഈ ശബരിമല ഡിസ്റപ്റ്റ് ചെയ്ത് കളയാം എന്ന് ഏതെങ്കിലും സംഘടന തീരുമാനിച്ചാൽ നടക്കുമെന്ന് വയ്ക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അജിംസെ, പ്രദേശത്ത് നിന്ന് നാട്ടിൽ നിന്ന് 10 വോട്ട് പിടിക്കുന്നതിനേക്കാൾ സൗകര്യം ശബരിമലയിൽ ഒരു വിഷയമുണ്ടെന്ന് കേരളമാകെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ അത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഞാനത് 100% ആരോപിക്കുന്നില്ല. ആവർത്തിച്ച് ഞാൻ പറയാം, 100% ഞാൻ അത് ആരോപിക്കുന്നില്ല. പക്ഷേ അതിന്റെ ലക്ഷണങ്ങൾ ശബരിമലയിൽ കാണുന്നുണ്ട്. ദേവസ്വം ബോർഡാണ് സർ കഴിഞ്ഞ 6 മാസം മുമ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു 6 മാസം മുമ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം അതിന്റെ അന്തിമഘട്ട വിശകലനം അത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്നിട്ടുണ്ടോ? താങ്കൾക്ക് ഉറപ്പുണ്ടോ? എങ്ങനെ കേട്ടില്ല? ഒരു അന്തിമഘട്ട വിശകലനം, ഒരു റിവ്യൂ നടക്കുമല്ലോ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലോ മറ്റോ, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒക്ടോബർ മാസത്തിൽ? അല്ല, ഒക്ടോബർ മാസത്തിൽ റിവ്യൂ ഉണ്ട്. നവംബറിൽ വേറൊരു പ്രശ്നം വന്നു. അതിനോട് ചേർന്നുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടുന്ന റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഇത് സാധാരണ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ റോളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ റോളെന്ന് പറഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്യലാണ്. ബാക്കിയെല്ലാം ദേവസ്വം ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥരും ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം പോലീസാണ്, KSEB ആണ്, വാട്ടർ അതോറിറ്റിയാണ്, റവന്യൂ വകുപ്പാണ്, വനം വകുപ്പാണ്. ഇവരെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കോർഡിനേഷൻ നടക്കേണ്ട ഒരു സമയത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് വരികയാണ്. അതായത് ഇതിന്റെ കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ, ശബരിമല ദർശനത്തിന്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കോഡ് ഓഫ് കോണ്ടാക്ട് വരികയാണ്. ഈ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇടപെടാനേ പറ്റത്തില്ല. ഒന്ന്, അതിനു മുമ്പ് അവിടെ എന്താണ് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് അറിയാവുന്ന ആൾ തന്നെയാണല്ലോ അങ്ങ്. കോഡ് ഓഫ് കോണ്ടക്ട് എന്താണ്, അത് ഗവേണൻസിന്റെ ഏത് പരിധി വരെയാണ് അത് ബാധകമാകുന്നതെന്ന് അറിയാവുന്ന ആൾ തന്നെയാണല്ലോ അങ്ങ്. ഒരു ഓൺ ഗോയിങ് പിൽഗ്രിമേജിൽ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്താൻ പറ്റില്ലാത്ത വിധം റിജിഡാണോ ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടക്ട്? അതെ, പറഞ്ഞല്ലോ, ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ മീറ്റിംഗ് വിളിക്കാൻ അധികാരമില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞല്ലോ. ദേവസ്വം മന്ത്രി പെർമിഷൻ ചോദിച്ചല്ലോ. മന്ത്രി മീറ്റിംഗ് വിളിക്കുന്നതിനാണ് ജില്ലാ കളക്ടർക്ക് വിളിച്ചുകൂടെ? കഴിഞ്ഞ മാസം ഈ ഒക്ടോബർ ജില്ലാ കളക്ടർക്ക് അത് വിളിച്ചുകൂടെ? അല്ല, ജില്ലാ കളക്ടറും അതിന്റെ അത്തരം കാര്യങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണോ 3000 പോലീസുകാരോടെ ചെന്നേ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, റിവ്യൂ മീറ്റിംഗ് നടത്താൻ കോഡ് ഓഫ് കോണ്ടക്ട് തടസ്സമാണെന്നുള്ള വാദം എത്രമാത്രം ബാലിശമാണ്? അത് മന്ത്രി ചെയ്യണമെന്നില്ലല്ലോ, മന്ത്രി അല്ലല്ലോ സാധനം ചെയ്യാറ്, ജില്ലാ കളക്ടർ ചെയ്യാറ്. മിനിസ്റ്റർക്ക് ഇത്രയും കനത്ത ചോദ്യങ്ങളൊന്നും വേറെ ആർക്കും നേരിടേണ്ടി വരാത്തതുകൊണ്ട് അവര് സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ ഉത്തരം പറയേണ്ടത് ഗോപനായതുകൊണ്ടാണ്. അവർക്ക് ആരോപണം ഉന്നയിച്ചാൽ മതി ഗോപൻ, ഉത്തരം പറയേണ്ടത് അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെ അതിരിക്കട്ടെ. എനിക്ക് പറയാൻ സമയം തന്ന വിഷയമില്ല. ശരി, പറയാൻ സമയം തന്ന വിഷയമില്ല. എന്റെ ഒന്നാമത്തെ വാക്കിൽ തന്നെ അങ്ങ് ഇടപെട്ട് തുടങ്ങുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ബോറടിക്കും, അങ്ങയുടെ ചാനൽ അവർ മാറ്റും. എനിക്കത്രേ ഉള്ളൂ പ്രശ്നം. അവർക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. ഞാൻ പറയാം, അജിംസിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 3000-ഓളം പോലീസുകാരെ അവിടെ വിന്യസിച്ചത് എങ്ങനെയാ. ഇനി അജിംസെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേ. സെപ്റ്റംബർ മാസം 12-ാം തീയതി കേന്ദ്രസേനയ്ക്ക് കത്ത് കൊടുത്തു. സെപ്റ്റംബർ മാസം, ഇത് നവംബർ മാസം, ഇന്ന് 19 ഡേറ്റ്, സെപ്റ്റംബർ 12 കൊടുത്തു. എന്താ കേന്ദ്രസേന അയക്കാതിരുന്നത്? കഴിഞ്ഞ വർഷം അയച്ചല്ലോ, അതിനു മുമ്പ് അയച്ചല്ലോ. സംസ്ഥാനത്തിന്റെ പണം തരാതിരിക്കുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് അവർക്ക് ഇതിന്റെ പിറകിലുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം അനുസരിച്ച് അവർ കേന്ദ്രസേന അയക്കുന്നില്ല. കേന്ദ്രസേന പ്രധാനമാണ് അവിടെ. അത് സംസ്ഥാന സേനയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നം മാത്രമല്ല ഉള്ളത്, കേന്ദ്രസേന പ്രധാനമാണ്. അവർ ബീഹാർ ഇലക്ഷന്റെ കാര്യം പറഞ്ഞു. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവിടെ ചാർജ് എടുപ്പ് തന്നെ തുടങ്ങി. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് അവിടെ ചാർജ് എടുപ്പ് തുടങ്ങി. ഈ സേന പലതും ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്, സ്പെഷ്യൽ ചാർട്ടേഡ് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർ കേരളത്തിൽ എത്താൻ കഴിയാതെ പോകുന്നത്? അതെന്താ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഷയം മാത്രമല്ല, മൾട്ടി സ്റ്റേറ്റിൽ നിന്ന് ഭക്തർ തീർത്ഥാടകർ എത്തുന്ന ഒരു സ്ഥലമാണത്. ആ സ്ഥലം അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. അത് പുത്തരിക്കണ്ടം മൈതാനത്തുള്ള ഒരു ക്ഷേത്രമല്ല.
അത് കാട്ടിന് നടുക്കുള്ള ഒരു ക്ഷേത്രമാണ്, വനനിയമം ബാധകമാണ്, കേന്ദ്ര നിയമം ബാധകമാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ശബരിമല. അതുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, ഇന്നലെ ADGP പറഞ്ഞൊരു വാചകം എന്താ? ഞങ്ങളുടെ കയ്യിൽ ലാത്തികളില്ല. ഞങ്ങൾ പോലീസുകാരെന്ന് പറയാൻ ലാത്തിയുമായിട്ടാണ് ക്രൗഡ് പുൾ മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ലാത്തിയില്ല. ഞങ്ങൾ ഭക്തരെ ചേർത്ത് പിടിക്കുകയാണ് സ്നേഹപൂർവ്വം. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ഈ ഒരു തൂവൽ കൊണ്ട്, ഒരു പക്ഷിത്തൂവൽ കൊണ്ട് തലോടുന്ന സമീപനത്തിലാണ് പോലീസ് അവിടെ ഭക്തരെ കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ ലാത്തി ഉപയോഗിച്ചിട്ടല്ല. ഈ കാര്യം നമ്മൾ കാണാതെ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ, പൊളിറ്റിസൈസ് ചെയ്യാൻ നടത്തുന്ന പരിശ്രമത്തെ തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, സാധാരണ രീതിയിൽ ഏത് സർക്കാർ ഭരിച്ചാലും, രാഷ്ട്രീയമുഖിട്ട് ഏത് സർക്കാർ ഭരിച്ചാലും ശബരിമല മണ്ഡലകാലം അത് ഒരു റുട്ടീൻ പോലെ നടന്നു പോകുന്ന, വളരെ സ്മൂത്തായി നടന്നു പോകുന്ന ഒന്നാണ്. ചില സമയങ്ങളിൽ അധികം ആളുകൾ വരും, ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും. പക്ഷേ ഇക്കുറി അതിലും ഉപരിയായി എന്തോ ഒരു മുന്നൊരുക്കമില്ലായ്മ ഉണ്ടോ, ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ? ശ്രീ അജിംസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിന്റെ ടെമ്പിൾ എക്കോസിസ്റ്റം, അമ്പലങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്ന ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് റവന്യൂ തരുന്ന, നമുക്ക് ദൈവത്തെയൊക്കെ മാറ്റിവെക്കാം, റവന്യൂ മാത്രം എടുക്കാം, ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് റവന്യൂ എത്തിക്കുന്ന, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങളെ നിലനിർത്തുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങളെയും അതുകൊണ്ടോട് അനുബന്ധിച്ച് ജീവിക്കുന്നവരെയും നിലനിർത്തുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ കുറച്ചുകൂടെ ബെറ്റർ മാനേജ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അതിനെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയി ഭരണത്തിലിരിക്കുന്നവർ സ്വീകരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. രണ്ട്, നമ്മുടെ മുമ്പ് കൊറോണ ഒക്കെ വന്ന സമയത്താണെന്ന് തോന്നുന്നു, അന്ന് ശ്രീ പിണറായി വിജയൻ അവർകൾ അവിടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവായ കേരളത്തിലെ ആൾക്കാർ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് പറഞ്ഞൊരു അന്ന് വലിയ വൈറലായ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷം സഖാവ് ഡോക്ടർ PK ഗോപൻ സാറിനാണ് എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് അദ്ദേഹം പറയുന്നതിൽ ഇടപെട്ടാൽ മീഡിയ വണ്ണിന്റെ വ്യൂവർഷിപ്പ് കുറയും എന്ന് വരെ ചിന്തിച്ച് നിങ്ങളുടെ വ്യൂവർഷിപ്പിനെ കുറിച്ച് അജിംസ് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുതലും സ്നേഹത്തോടെ ചിന്തിക്കുന്ന ഗോവൻ സഖാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹവും ഞാനും കൂടെ ഇന്നലെ ഇരുന്നൊരു ചർച്ചയിൽ കൂടെ ഇതേ പോയിന്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഈ ബയോ ടോയ്ലറ്റുകളുടെ കാര്യം. ഞാൻ കേരള ഗവൺമെന്റ് ഔദ്യോഗിക കണക്കുകൾ അഥവാ ശബരിമല.kerala.gov.in കണക്കുകൾ പറയാം. അതിൽ പറഞ്ഞിരിക്കുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റി പമ്പയിൽ 346 പിന്നെ 60 ലേഡീസ് ടോയ്ലറ്റ്, 60 ബയോ ടോയ്ലറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. നിലയ്ക്കൽ 1900 ടോയ്ലറ്റ്, 60 ബാത്റൂം. സന്നിധാനത്ത് 1161 ടോയ്ലറ്റ്, 160 ബാത്റൂം. ഇതാണ് കണക്ക്. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഗോവൻ സാറ് പറയുന്ന ഈ 3000 കണക്ക് വരുന്നത്. സന്നിധാനത്തോടും അടുത്തേക്കും ഏകദേശം ഒരു ബയോ ടോയ്ലറ്റിന് 25,000 മുതൽ 50,000 രൂപ വരെയാണ് ആകുന്നത്. അങ്ങനെ ഒരു 1000 എണ്ണമോ 2000 എണ്ണമോ മേടിച്ചു വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ദേവസ്വം ബോർഡിനുണ്ടോ? ആ ബയോ ടോയ്ലറ്റുകൾ ഒരു 1000 എണ്ണം, ഇനിയും കുറച്ചെണ്ണം കൂടുതലിരുന്നു എന്ന് ഇരിക്കട്ടെ, എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? കാര്യം ഇത്രയും നേരം ക്യൂ നിൽക്കുമ്പോൾ, ഇത്രയും നേരം ക്യൂ വെള്ളമില്ലാതെ നിൽക്കുന്നു, വാഷ്റൂമിൽ പോകാനുള്ള ആവശ്യം വരുന്നു, ഇത് ആൾക്കാർക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയില്ലേ? ബയോ ടോയ്ലറ്റുകൾക്ക് അതിൻ്റെതായ ഒരു മെച്ചവും കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ ഒരു 5 കോടി രൂപ ദേവസ്വം ബോർഡിന് മാറ്റിവെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രണ്ട്, ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ മാസ്റ്റർ സ്ട്രോക്ക് ആയ ജയകുമാർ സാർ വന്നതിന്റെ ഏറ്റവും വലിയ ഗുണം, ജയകുമാർ സാറിന് പകരം ഒരു പാർട്ടിക്കാരനാണ് അവിടെ നിന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനെ എല്ലാം ന്യായീകരിക്കുമായിരുന്നു. ജയകുമാർ സാർ ഒരു ഭക്തന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഭയാനകമെന്നും പമ്പ മലിനമാണെന്നും ബാത്റൂം ക്ലീൻ അല്ലെന്നും തുറന്ന് സമ്മതിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു. ഒരു തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്ന് അക്നോളജ് ചെയ്താലും സമ്മതിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. ജയകുമാർ സാറിന് തീർച്ചയായിട്ടും ഏകോപിപ്പിക്കാം. നേരത്തെ നമ്മുടെ ഇവിടുത്തെ പാനലിസ്റ്റുകൾ അടക്കമുള്ള ശ്രീ നമ്മുടെ അനിൽ ബോസ്ജി അടക്കം പറഞ്ഞൊരു കാര്യം, ശബരിമലയിൽ ഒരുപാട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഇപ്പം അയ്യപ്പ സേവാ സംഘമുണ്ട്. പേര് സംഘം എന്നാണെങ്കിൽ ഇവർക്ക് കോൺഗ്രസിനോടാണ്, പണ്ടത്തെ കോൺഗ്രസിനോടാണ് കൂടുതൽ ചായ്വ്. അയ്യപ്പ സേവാ സമാജമുണ്ട്, അതിന് RSSനോടാണ് ചായ്വ്. പിന്നെ നമ്മുടെ മാതാ അമൃതാനന്ദമേ ഇവിടെ ഉണ്ട്, അവർക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അവിടെ ഒരുപാട് നല്ല സേവനം ചെയ്തിരുന്നു. ഇവരുടെ അടക്കം ഊർജ്ജവും എനർജിയും യൂസ് ചെയ്ത്, ഈ റിസോഴ്സസിനെ യൂസ് ചെയ്ത് കുറെ കൂടെ മെച്ചമാക്കണ്ടേ? ഇപ്പം അമൃതാനന്ദമേ അടുത്തോടൊക്കെ സംസാരിച്ചാൽ ഒരു പമ്പ ആക്ഷൻ ക്ലീനിങ് പ്ലാൻ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യും. പമ്പ മലിനമാണ്, നമുക്കെല്ലാം അറിയാം. കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പഠന റിപ്പോർട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ശരിയാക്കാൻ, ഇതിന് ഫണ്ട് റേസ് ചെയ്യാൻ ശബരിമലയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണ്ടേ? ഇനി CPM-കാർക്ക് ആർക്കെങ്കിലും ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചാൽ മതി. അദ്ദേഹം കൃത്യമായിട്ട് ഈ ഫണ്ട് റേസ് ചെയ്യുന്നതിന്റെ എളുപ്പ വഴികൾ പറഞ്ഞു. അത് തമാശയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. സീരിയസ് ആയി പറയുകയാണെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ യാതൊരു
ബുദ്ധിമുട്ടുമില്ല. അപ്പം കുറച്ച് മുന്നൊരുക്കങ്ങൾ വേണ്ടേ? രണ്ട്, ജയകുമാർ സാറിന്റെ വാക്കിൽ നിന്ന് വ്യക്തമല്ലേ, ജയകുമാർ സാർ കൃത്യമായി മുന്നൊരുക്കങ്ങൾ വേണ്ട രീതിയിൽ നടന്നില്ല എന്ന് ഇംപ്ലൈ ചെയ്ത് തന്നെയല്ലേ സംസാരിച്ചത്. അപ്പം നമുക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വാർഷിക തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നിൽ ടോപ്പ് 1, 2, 3, 4, 5 നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അവിടേക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ മാനേജ്മെന്റ് വേണമെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരുപ്പതി എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഗോവൻ സാർ വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അനിൽ ബോസ് പോയി കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ തിരുപ്പതിയിലൊക്കെ പോയാൽ നമുക്ക് അസൂയ തോന്നും. സത്യം, തിരുപ്പതിയൊക്കെ എത്ര നന്നായിട്ടാണ് നടത്തുന്നത്. അവിടെ പോയാൽ നമുക്ക് ക്യൂവിൽ നിൽക്കാൻ നല്ല ക്യൂ ആണ്. പാല് തരും, അവിടെ ബ്രെഡ് തരും, അവിടെ പോണ വഴിക്ക് മുഴുവൻ ടിവിയും കാര്യങ്ങളും ഉണ്ട്. ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നത് തന്നെയാണ്. ഇത് തിരുപ്പതിയിലെ ഒരു സീസണൽ പിൽഗ്രിമേജ് ആണോ രാഹുൽ? അങ്ങനല്ല. തിരുപ്പതി മോഡൽ റിപ്പോർട്ടുണ്ട്. അതിൽ തിരുപ്പതിയിൽ ഒരു ദിവസം 50,000 പേര് വരുന്ന കണക്കുണ്ട്. ആ 50,000-ൽ ജയകുമാർ സാർ തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ 50,000 അല്ല, സീസണിൽ കൂടുതൽ വരും. പക്ഷേ ഇത് മാനേജ് ചെയ്യാൻ നമുക്ക് വനം വകുപ്പിന്റെ കുറച്ചുകൂടെ സ്ഥലം കൊണ്ടുവന്നാൽ പോരെ? ആ വനം വകുപ്പിന്റെ സ്ഥലം കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരും കൂടെ വിചാരിച്ചാൽ മതി. ഈ വനം വകുപ്പും ദേവസ്വം വകുപ്പും ഒരുപാട് കാലമായ അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകല്ലേ ദേവസ്വം ബോർഡിന്റെ പണി. വേറെ ഇവരുടെ പണി എന്താ? ഈ ദേവസ്വം ബോർഡിന്റെ പണി വേറെ എന്താ? വനം വകുപ്പ് കേന്ദ്രത്തിന്റെ കയ്യിലാണല്ലോ രാഹുൽ ഈശ്വർ. കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം ഉലച്ചിലാണല്ലോ. അല്ല, അതിലെന്ത് രാഷ്ട്രീയം പറയണം? അത് നിവൃത്തികേടാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന് മാത്രം കുഴപ്പമില്ലല്ലോ. അല്ല, അവിടെയാണ് ഇത് രാഷ്ട്രീയമല്ല. ഇനി നാളെ കോൺഗ്രസ്സുകാർ എന്നാലും ഇത് തന്നെ പറയും. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ദേവസ്വം ബോർഡിനെ, അന്ന് രാമൻ നായർ സാർ ഇരുന്നു, ആ രാമൻ നായർ സാറിന്റെ ദേവസ്വം ബോർഡിനെ, എം പി ശ്രീകുമാറിന്റെ ദേവസ്വം ബോർഡിനെ ആക്രമിച്ച വ്യക്തിയുള്ള ഒരാളാണ് ഞാൻ. ഇത് രാഷ്ട്രീയമല്ല. നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായൊരു സ്പേസിൽ നിൽക്കണം. അവിടെ വിശ്വാസികൾക്ക് എല്ലാവർക്കും സുഗമമായിരിക്കണം. പ്രൊഫഷണലായി തീർത്ഥാടനം കൊണ്ടുപോകണം. ഇന്ന് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഈ സെന്റിമെന്റ്സ് തന്നെയല്ലേ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ അടക്കമുള്ള വാർത്തകളിലും ബ്രേക്കിംഗ് ന്യൂസിലും ഹൈക്കോടതി ഇതേ സെന്റിമെന്റ് ആണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കാശ് ചെലവാക്കി പ്രൊഫഷണൽ ബോഡീസിനെ എടുത്ത് സ്വകാര്യ പ്ലെയേഴ്സിനെ കൂടുതൽ കൊണ്ടുവന്ന് ഒരുപാട് ആത്മീയ പ്രസ്ഥാനങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരികയാണെങ്കിൽ ഈ പ്രശ്നം കുറയ്ക്കാൻ പറ്റും. ഇപ്പം ജയകുമാർ സാറിന് വലിയൊരു അവസരമാണ്. കാര്യം ജയകുമാർ സാർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അദ്ദേഹത്തിന്റെ പ്രായം, സീനിയോറിറ്റി, ബഹുമാന്യത. ജയകുമാർ സാർ ഇനി ഗവൺമെന്റും കൂടെ ഒരു പോളിസി ഡിസിഷൻ കൂടെയാണ് ആരെയൊക്കെ അന്നദാനത്തിന് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് ശ്രീ കുമ്മനം രാജശേഖരന്റെ അടക്കമുള്ളവരെ അന്ന് ഡിസ്കറേജ് ചെയ്തത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവരുടെ ഊർജ്ജവും ധനവും റിസോഴ്സസും ഭക്തിയും എല്ലാം ചാനലൈസ് ചെയ്ത് ശബരിമല നന്നാക്കാൻ കഴിയണം. അതിന് ജയകുമാർ സാറിന് കഴിയും. ശ്രീജിത്ത് സാറിന് ഭക്തിയുള്ള ആളാണ്, ജയകുമാർ സാറിന് ഭക്തിയുള്ള ഒരാളാണ്, കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ ഇനിയും മുമ്പോട്ട് പോകണം. ഇതൊരു വേക്കപ്പ് കോൾ ആയിട്ട് എടുക്കണം. ശ്രീ അനിൽ ബോസ്, ഈ സ്പോട്ട് ബുക്കിംഗ് സംബന്ധിച്ച് ഹൈക്കോടതി ഈ സ്പോട്ട് ബുക്കിംഗ് കുറച്ചിട്ടുണ്ട്. അതായത് അവിടെ എത്ര പേർ വരും, എത്ര പേർക്ക് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഒരുക്കാം എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിക്ക് തന്നെ ഒരു ഓവർ എസ്റ്റിമേഷൻ ഉണ്ടായതാണോ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം? കോടതിക്ക് പോലും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലേ ഈ തിരക്ക്? അനിൽ ബോസ്. അല്ല, ഭക്തർ സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഭക്തർ വരും. ഭക്തർ വരരുതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ അതിൻ്റെ അകത്ത് വെർച്വൽ ക്യൂ സിസ്റ്റത്തിൽ വരുന്നവരുടെ എണ്ണം, ആ എണ്ണവും അതോടൊപ്പം സ്പോട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് വെർച്വൽ ക്യൂ സിസ്റ്റം തുടങ്ങുന്നത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. അന്നും ആദ്യം കുറേ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡിസ്പ്യൂട്ട് ഉള്ള സന്ദർഭങ്ങളിൽ അന്ന് ആദ്യം 90,000 എന്ന് തീരുമാനിച്ചു. പിന്നെ അത് 80,000 ആക്കി. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം 1,90,000 ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ, തർക്കങ്ങൾ ഉണ്ടായതിനു ശേഷം 70,000 പിന്നെ 15,000 സ്പോട്ട് ബുക്കിങ്ങും ഒക്കെ ആക്കി മാറ്റി തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ച് പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്നറിയാമോ? വളരെ കൃത്യമായ കാര്യം, 4.5 കോടി രൂപ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് അവിടെ മുടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം, അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളത്. അതിന് 2.25 കോടി രൂപ കൊടുക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. ഇവിടെ അയ്യപ്പ സംഗമമൊക്കെ നടത്താൻ കോടാനുകോടി മുടക്കിയതിനിടയിൽ ഈ സീസൺ വരുമെന്നറിയില്ലേ? 4.25 കോടി രൂപ മുടക്കണം അവിടെ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കെന്ന് ഇവർക്കറിയില്ലേ? അതിൽ 2.25 കോടി കൊടുക്കേണ്ടത് കേരള ഗവൺമെന്റാണ് എന്ന് ഇവർക്കറിയില്ലേ? ഗോപൻ ഒരു കണക്ക് പറഞ്ഞു, എല്ലായിടത്തുമായി 3000-ഓളം ടോയ്ലറ്റുകളുണ്ട്. ഒരു ദിവസം 30 പേർ ഉപയോഗിച്ചാൽ അത് സഫീഷ്യന്റ് ആണ്. ആൾ കൂടുതലും ഒന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, ആള് കൂടുതൽ വരുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടതാരാ? നമ്മൾ പറയുകയാണ് വെർച്വൽ ക്യൂ സിസ്റ്റം അനുസരിച്ച്. എവിടുന്ന എൻട്രി? ഗണപതി കോവിലിൻ്റെ അവിടെ നിന്നല്ലേ എൻട്രി, അല്ലാതെ ഇങ്ങ് തിരുവല്ലയിൽ നിന്നല്ലല്ലോ എൻട്രി.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് മുകളിലോട്ട് പോകുന്ന ആളുകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ ഉത്തരവാദിത്വം? അതിനല്ലേ ദേവസ്വം ഗാർഡാണെങ്കിലും പോലീസാണെങ്കിലും മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെ എങ്ങനെയാണത് വിന്യസിപ്പിക്കേണ്ടതെന്ന് അത് പരിശോധിക്കേണ്ട ആരാ? ഈ ചർച്ചയിലിരിക്കുന്ന നമ്മളാണോ? അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളല്ലാതെ കയറ്റി വിടുന്നത് പറ്റില്ല എന്ന് പറയുന്നത് പറ്റില്ല. ബാക്കിയുള്ളവർ അവിടെ തമ്പടിക്കും. അവർക്ക് ഈ പമ്പയിലാകുമ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങളുണ്ടാവും. സന്നിധാനത്ത് പോയി ക്യൂ നിൽക്കേണ്ടി വരില്ല നിയന്ത്രിച്ച് വിട്ടാൽ. ആ നിയന്ത്രണം നടത്തേണ്ടത് ആരാ? ആ നിയന്ത്രണം വരുത്തേണ്ടത് ദേവസ്വം ബോർഡിന് വേണ്ടി ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസാണെങ്കിലും ചെയ്യേണ്ട ജോലിയാണ്. അല്ലാതെ ഞങ്ങൾ ആൾ കൂടുതൽ തിങ്ങിക്കയറി വരുന്ന ആളുകൾക്ക് കടന്നു വരാനാണെങ്കിൽ പിന്നെന്തിനാ ക്യൂ സിസ്റ്റം? എന്തിനാണ് സ്പോട്ട് രജിസ്ട്രേഷൻ? പഴയ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അതുപോലെ അങ്ങ് ആളുകൾ വന്ന് ഇടിയും കൊണ്ട് നിന്ന് നടന്ന് പോയാൽ പോരെ. അപ്പോൾ അതൊന്നും പറയുന്നതിന് ന്യായീകരണമില്ല. നമ്മളിതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്. അങ്ങനെ രാഷ്ട്രീയം പറയേണ്ട കാര്യമല്ല ഇത്. രാഷ്ട്രീയം പറയേണ്ട കാര്യമല്ല. വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ വരുന്നതിന് മുമ്പും വിർച്വൽ ക്യൂ സിസ്റ്റം വരുന്നതിന് മുമ്പും ലക്ഷോപലക്ഷം ആളുകൾ അവിടെ വന്നു പോയിരുന്നു. ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു വരാൻ. യാത്രാ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഭക്ഷണത്തിന്, അതുപോലെ തന്നെ നമ്മൾ പമ്പയിൽ നിന്ന് സന്നിധാനം എത്തുന്നത് വരെയുള്ള പോകുന്ന വഴികളിലെ കാഠിന്യം. ഇന്ന് അതൊന്നും ഇല്ലല്ലോ. ഇന്ന് അതൊന്നുമില്ല. അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ജയകുമാർ സാർ തന്നെ മേൽനോട്ടം വഹിച്ച് ചെയ്തിട്ടുണ്ട്, പ്രയാറിൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പല ബോർഡുകളും അതിന് രാഷ്ട്രീയമൊന്നും നോക്കണ്ട, വികസനങ്ങൾ തുടർച്ചയാണ്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമ്മളാരും നിഷേധിക്കുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്ത് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നിയന്ത്രണം താഴെയാണ്. സന്നിധാനത്തല്ല നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്, പമ്പയിലാണ്. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കയറിപ്പോകാൻ പറ്റുന്ന ആളുകളെ കയറ്റിവിട്ടാൽ മതി. അത് നിയന്ത്രിക്കേണ്ടത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ രാഷ്ട്രീയക്കാരോ അല്ല. അതിനവിടെ ഉദ്യോഗസ്ഥരുണ്ട്. ആ ചെയ്യുന്നതിൽ വീഴ്ച വന്നു പ്രശ്നം. ആ വീഴ്ച അംഗീകരിക്കണ്ടേ? കേന്ദ്രസേന വന്നില്ല അദ്ദേഹം ഒരു വിശ്വാസിയാണ്. കേന്ദ്രസേന വന്നില്ല എന്നൊക്കെയാണ് ഗോവൻ പറയുന്നത്. അല്ല, കേന്ദ്രസേന വന്നില്ലെങ്കിൽ വരുത്തേണ്ടതാരാ? അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആരാ? ബീഹാർ ഇലക്ഷന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും അടിയന്തര പ്രശ്നങ്ങൾ ഉണ്ടായാൽ കേന്ദ്രസേന ഉണ്ടാവില്ലേ? ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ കേന്ദ്രസേന അവിടെയാണ്. എന്ത് വ്യാഖ്യാനമാണ്? മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, വനഭൂമി വിട്ടുകൊടുക്കണം. കാനന ക്ഷേത്രമാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇടമാണ്. ആ കാര്യത്തിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. നമ്മൾ ഏറ്റെടുത്തല്ലോ വനഭൂമി. മുൻപ് ഒരു മുഖ്യമന്ത്രി, ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ കാലത്ത് വനഭൂമി നമ്മൾ ഏറ്റെടുത്തല്ലോ. പകരം വനത്തിന് ഇടുക്കിയിൽ നമ്മൾ ഭൂമി വിട്ടുകൊടുത്തില്ലേ? മാതൃകകളുണ്ടല്ലോ ഈ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഇനിഷ്യേറ്റീവാണ് പ്രശ്നം. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായോ? ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടായോ? അതാണ് ചോദ്യം. മുൻപൊരു മുഖ്യമന്ത്രി കാണിച്ച മാതൃക ഇവിടെ ഉള്ളപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിനുള്ള നടപടികൾ സ്വീകരിച്ചോ? നമ്മൾ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് വന്നിട്ട് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പരിഗണന എന്താണ്, ഗവൺമെൻറ്റിൻ്റെ മുൻഗണന എന്താണ്? ഇപ്പം തെരഞ്ഞെടുപ്പ് മുൻഗണനയാകുമ്പോൾ ഇതൊന്നും പ്രശ്നമാവില്ല എന്ന്. നടത്തിയത് ഈ സീസണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ? സീസണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ അയ്യപ്പ സംഗമം നടത്തിയത്? അല്ലല്ലോ. അപ്പൊ ഇപ്പോൾ ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം നമുക്കുണ്ടാകുമായിരുന്നില്ല. പി കെ ഗോപൻ, ഈ അയ്യപ്പ സംഗമത്തിന് തൊട്ടുടനെയാണ് ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നതും കേസുണ്ടാകുന്നതും. ഒക്ടോബർ മാസത്തിലാണ് അതിൻ്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും അറസ്റ്റും എല്ലാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കിനിടയിൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതാണോ ഈ മുന്നൊരുക്കമില്ലായ്മയ്ക്ക് കാരണം? കുറഞ്ഞപക്ഷം ഈ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കുക, അതുപോലെ പമ്പയിൽ നിന്ന് ആവശ്യത്തിന് മാത്രം തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റിവിടുക, ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഭാഗികമായി മാത്രമാണ് യോജിപ്പ്. ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു പോയിന്റ്, അവിടെ നിശ്ചയിക്കപ്പെട്ട വെർച്വൽ ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്പർ മാത്രമേ എത്തുകയുള്ളൂവെങ്കിൽ ആ പരിമിതി അവിടെ ഇല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാലും അതിനുശേഷമുള്ള അവരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പരിഗണിച്ചാലും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷണം മാത്രം നടത്തേണ്ടവരല്ല അവിടെ. അവർക്ക് ഇടപെടാനുള്ള റൈറ്റ് മറ്റ് മേഖലകളെ പോലല്ല. ശബരിമല ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എത്രമാത്രം ഉത്തരവാദിത്വം വഹിക്കുന്നോ അതിനേക്കാൾ ഉത്തരവാദിത്വം വഹിക്കാൻ ഭരണഘടനാപരമായി
ഉത്തരവാദിത്തമുള്ള ബോഡി കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതുകൊണ്ട് നിരീക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അവർക്ക് ഇടപെടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അതിങ്ങനെ ഒരു അവസരത്തിൽ മാത്രമല്ല, അതിനു മുമ്പും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇടപെടാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ എല്ലാ അധികാര അവകാശങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ പാലിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം, നമ്മുടെ കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ സുഹൃത്ത്, അദ്ദേഹം പറയുന്നത് അവിടെ ലക്ഷോപലക്ഷം ആളുകൾ വരും, പണ്ട് ഇതിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതെന്താ എന്തൊരു കണക്കായി പറയുന്നത്? ഓരോ വർഷവും അധികരിച്ചാണ് വരുന്നത്. മുൻ വർഷത്തേക്കാൾ കൂടുതലാണ് ഓരോ വർഷവും വരുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാനിംഗ് എല്ലാം കൂടുതൽ മാറി എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഇത്രയും കൂടുതൽ ഒരു ദിവസം വരില്ല. ഇപ്പോൾ ഒരു ദിവസം വരുന്നവരുടെ എണ്ണം 1 ലക്ഷം 1.25 ലക്ഷം പേര് വന്നാൽ 90,000 പേരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ പറ്റുമോ? 100 പേർ കയറേണ്ടുന്ന ഒരു റൂമിനകത്ത് 150 പേര് കയറിയാലോ? 50 പേർ കയറേണ്ടുന്ന ഒരു ബസ്സിനകത്ത് 75 പേർ കയറിയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അല്ലെങ്കിൽ 100 പേർ കയറേണ്ടുന്ന ഒരു കമ്പാർട്ട്മെന്റ് ട്രെയിനിനകത്ത് 200 പേർ കയറിയാലോ? ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പരിമിതികളും ഉണ്ട് അവിടെ. അത് രാഷ്ട്രീയക്കാരെ ഏൽപ്പിച്ചാൽ, ഈ രാഷ്ട്രീയക്കാരോട് ഇത്രയും ശത്രുതയുള്ള രാഷ്ട്രീയക്കാരൊക്കെ തന്നെയാണോ എൻ്റെ അടുത്തിരുന്ന് ചർച്ച ചെയ്യുന്നത്? ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരെയാ? ഇടതുപക്ഷക്കാരെ മാത്രമാണ് ഈ രാഷ്ട്രീയക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം രാഷ്ട്രീയക്കാർ തന്നെയല്ലേ ജയകുമാർ സാറിനെ നിർദ്ദേശിച്ചത്? രാഷ്ട്രീയക്കാർ തന്നെയല്ലേ സംസ്ഥാനം ഭരിക്കുന്നത്? രാഷ്ട്രീയക്കാരിയല്ലേ അവിടെ വന്നിട്ട് പോയ ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ്? ഇപ്പം രാഷ്ട്രീയക്കാരെല്ലാം ഇത്രയും മോശമാണെന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്ത് പോകാൻ പറ്റുമോ? അതുകൊണ്ട് അതല്ല കാര്യം. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ജയകുമാർ സാറിനെ പോലുള്ള ഒരു കൃതഹസ്ഥനായിട്ടുള്ള ആളെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. പൊളിറ്റിക്കൽ തീരുമാനമാണ്, അതല്ലാതെ വേറെ കോടതി തീരുമാനിച്ചതല്ല. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞോ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കണമെന്ന്? ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയാണ് അവിടെ കാണുന്നത്. അല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമലയിൽ IAS കാരൻ വേണം. IAS അതൊക്കെ പുറത്തുള്ളവർ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശബരിമലയിലെ ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവിടെ രാഷ്ട്രീയക്കാർ പാടില്ല, IAS കാർ വേണമെന്ന്. അത് സർക്കാരിന്റെ ഒരു ഏകപക്ഷീയ തീരുമാനമായിരുന്നു. സർക്കാരല്ലേ, രാഷ്ട്രീയക്കാരല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയൊരു ഫാക്ടർ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. സാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പണ്ട് ഇടതുപക്ഷം നിർദ്ദേശിച്ച ശ്രീ N. ബാബു സാർ, അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ അങ്ങയോട് പറയാം. 1-2 പേരൊഴിച്ച് CPM അവിടെ കൊടുത്തിട്ടുള്ള ഒരു പ്രസിഡന്റും ഈ കക്ഷി രാഷ്ട്രീയക്കാരോ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരോ അല്ല. 1-2 പേരെ മാത്രമേ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ കൊടുത്തിട്ടില്ല. അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രശ്നം, ശ്രീ രാഹുൽ ഈശ്വർ ഈ ശുദ്ധഗതിക്കാരൻ സംസാരിക്കുന്ന പോലെ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തതല്ല. തിരുപ്പതിയും ശബരിമലയുമായിട്ട് എവിടെയാണ് സാർ കമ്പാരിസൺ? തിരുപ്പതി വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും ദർശനം അനുവദിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. അത് കാനനക്ഷേത്രമല്ല. അവിടെ ഇതെല്ലാം സാധ്യമാകും. അതുപോലെ നമ്മുടെ ശബരിമലയെ പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് CM വിചാരിച്ചാൽ വനഭൂമി ഉണ്ടാകും. കോൺഗ്രസ് പ്രതിനിധി ശ്രീ അനിൽ ബോസ് പറഞ്ഞത് ഉമ്മൻചാണ്ടി വനഭൂമി എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി എടുത്ത വനഭൂമി അവിടെ പര്യാപ്തമായെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവുമോ? അവിടെ വനഭൂമി അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താ? ചൂരൽമലയിലെ ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ശ്രീ രാഹുൽ ഈശ്വറിന് വേണ്ടി ഞാൻ പറയുക, മുഖ്യമന്ത്രി വിചാരിച്ചാൽ നടക്കുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, ചൂരൽമലയിലെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ സംസ്ഥാന ഗവൺമെന്റിനെ മാതൃകയാക്കാൻ ഈ ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റായിട്ട് കുടഞ്ഞത് ഓർമ്മയുണ്ടോ അങ്ങ്? അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളം കൊണ്ടുവന്ന് അദാനിക്ക് കൊടുക്കരുതെന്ന് കാല് പിടിച്ച് ഓർമ്മയുണ്ടോ പിണറായി വിജയനും? ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അദാനി പറയുന്നതിനേക്കാൾ 50 രൂപ അധികം തരാം, നിങ്ങൾ ഇത് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ? അപ്പൊ അവരുടെ രാഷ്ട്രീയമാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രസേന തരാതിരിക്കുന്നത്? പൊളിറ്റിക്സ് ആണ്. BJPയുടെ രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കാണണം, അല്ലെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം കാണണം. അങ്ങ് പറയുന്നത് പോലെ ശുദ്ധഗതി അല്ല ഇതിനകത്തുള്ളത്. വനഭൂമി അവർ വിട്ടുതരില്ല. അത് ശബരിമലയെ സംബന്ധിച്ച് കൂടുതൽ സ്ഥലമെടുക്കാനുള്ള പരിമിതി ഉണ്ട് അവിടെ, നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ നിശ്ചയിക്കപ്പെട്ട ആളുകളെ ചെല്ലാവൂ എന്ന് പറയുന്നത്. അത് കോടതി പറഞ്ഞല്ലോ. എന്തിനാ കോടതി 20,000 എന്നുള്ള 5,000 ആയിട്ട് ചുരുക്കിയത്? കോടതി വളരെ കൃത്യമായി പ്രാക്ടിക്കലായി 20,000 സ്പോട്ട് ബുക്കിംഗ് വരുമ്പോൾ 40,000 പേരവിടെ കയറും. 70,000 വെർച്വൽ ക്യൂ സമയത്ത് ചെല്ലില്ല. അത് പല കാരണങ്ങളാ ചെല്ലില്ല. അടുത്ത ദിവസം ചെല്ലാം, മാറി ചെല്ലാം, സമയം തെറ്റി ചെല്ലാം. ആ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കാണാതെ നമ്മൾ ശബരിമലയിലെ കുറച്ച് ബയോ ടോയ്ലറ്റും കൂടെ അവിടെ അങ്ങ് വെച്ചിരുന്നെങ്കിൽ, ബയോ ടോയ്ലറ്റ് വെക്കുന്നതിനോട് പരിമിതിയുണ്ട്. ഏത് സ്ഥലത്തെ വെക്കുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. കാശിന്റെ പ്രശ്നമല്ല. 2.25 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ലെന്ന് എന്തൊക്കെയാ പറയുന്നത്? 1,600 കോടി രൂപ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം മാത്രമായിട്ട് ശബരിമലയ്ക്ക് കൊടുത്തു ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്.
4 വലിയ കെട്ടിടങ്ങൾ നിലയ്ക്കൽ നിർമ്മിച്ചത് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചിട്ടാണ്. 2.25 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ല എന്നൊക്കെ കള്ളമാണ് പറയുന്നത്. അല്ല, അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. ദയവായി അങ്ങ് സംസാരിച്ചപ്പോ ഇടപെട്ടില്ല. അങ്ങ് സംസാരിച്ചപ്പോ ഇടപെട്ടില്ല. ദയവായി എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. 10 കൊല്ലത്തിനിടയിൽ 1600 കോടി ചെറിയ തുകയല്ല. ശബരിമലയിലെ ഞാൻ പറയാം സാർ, ഞാൻ പറയാം. ഒന്ന് കോവിഡ് കാലത്ത് സാറിന് കൊടുത്ത സാർ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാൻ പറയട്ടെ, പറഞ്ഞതിന് ഘടകവിരുദ്ധമായി അല്ല അദ്ദേഹത്തിന്റെ സമയമാണോ? ഘടകവിരുദ്ധമായിട്ടാണ് പറയുന്നത്. ശരി ശരി, സമയമാണോ? ഒരു നിമിഷം ഗോപൻ, അങ്ങയുടെ സമയമാണോ? 10 വർഷം കൊണ്ട് 1600 കോടി കണക്ക് എന്താണ്? ഞാൻ പറയാം, ഞാൻ ആ കണക്ക് പറയാം. കോവിഡ് സമയത്ത് ആകെ ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ 1052 ക്ഷേത്രങ്ങളിൽ ഒരു 50-40 ക്ഷേത്രങ്ങളിലാണ് സ്വന്തമായിട്ട് നിലനിൽപ്പിന് വരുമാനമുള്ളത്. ബാക്കി 1000-ഓളം ക്ഷേത്രങ്ങളും ഈ നിലനിൽപ്പിന് വരുമാനമുള്ള ശബരിമല ഉൾപ്പെടെയുള്ള ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കോവിഡ് സമയത്ത് ആരാ സാർ ശമ്പളം കൊടുത്തേ? കേരള സർക്കാരാ ശമ്പളം കൊടുത്തേ. ശബരിമലയിൽ ഇപ്പോൾ നിങ്ങൾ റവന്യൂവിന്റെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പത്തനംതിട്ടയിൽ നിന്നോ നിലയ്ക്കൽ നിന്നോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ അതല്ലെങ്കിൽ പാലക്കാട് നിന്നോ വരുന്ന റോഡുകൾ ഇന്ന് ഈ നെഗറ്റീവ് വാർത്തകളോടൊപ്പം തന്നെ അവിടെ വന്ന ഭക്തർ, വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് റോഡ് മാർഗം വന്ന ഭക്തരുടെ അഭിപ്രായം അങ്ങ് കേട്ടായിരുന്നോ? അല്ല, ഈ ഹൈവേയുടെ കണക്കുകൂടി ഉൾപ്പെടുത്തിയാണ് 1600 കോടി സംബന്ധിച്ച് അവർ അത്ഭുതം പറയുകയാണ്. അല്ല ഗോപൻ, ഈ 1600 കോടി ഹൈവേ നിർമ്മിച്ച പണം കൂടി ഉൾപ്പെടുത്തിയാണ്. ഹൈവേ അല്ല, ഹൈവേ വേറെ. ഹൈവേ പണി പൂർത്തിയായില്ലല്ലോ. പരിഹസിക്കണ്ട. ഹൈവേ ഉണ്ടാക്കിയതാണ് 1600 കോടി. ഹൈവേയിലേക്ക് വരുന്ന ചെങ്ങൻ അല്ല, റോഡ് ശബരിമലയെ ലക്ഷ്യമിട്ടുകൊണ്ട് കിഫ്ബി പണം ഉപയോഗിച്ച് കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. അതിനു മുമ്പ് നല്ല കേരളത്തിലുള്ള മുഴുവൻ റോഡുകളും ഹൈവേകളിലും ശബരിമല എന്ന നെയിം ബോർഡ് ഇല്ലാത്ത ഒരൊറ്റ റോഡ് കേരളത്തിലില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ പാതകളും സന്നിധാനത്തേക്കാണ്. അങ്ങനെയൊക്കെ കണക്കുകൂട്ടല്ലേ പ്ലീസ്. അങ്ങ് പരിഹസിക്കണ്ട. ഞാൻ പറഞ്ഞത് കണക്റ്റഡ് ശബരിമലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്ത റോഡുകളുടെ വികസനം, അതും കൂടെ ഞാൻ റവന്യൂവിന്റെ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞു, അതും കൂടെ ചേർത്ത് ശബരിമലയിൽ ഉണ്ടാക്കിയ പുതിയ കെട്ടിടങ്ങൾ, നിലയ്ക്കൽ 3000 പേർക്ക് 4000 പേർക്ക് നിൽക്കാവുന്ന ജർമ്മൻ താൽക്കാലിക പന്തൽ, 5000 പേർക്കുള്ള പെർമനന്റ് പന്തൽ, അവിടുത്തെ ക്യൂ കോംപ്ലക്സ്, ഇതിന്റെ എല്ലാ നിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് പണം ഉപയോഗിച്ചാ സാർ ചെയ്തത്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. 10 വർഷത്തെ കണക്കെടുത്ത് നോക്ക്. ഞാനിത് പറഞ്ഞറിയാം, ഇപ്പൊ പറയില്ലായിരുന്നു. 2.25 കോടി രൂപയുടെ ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞു. ടോയ്ലറ്റ് ബ്ലോക്ക് ആയതെന്നുള്ള ഒരു കണക്ക് തെറ്റായി. ഒരു നിമിഷം എന്താ അനിൽബോസ് പറഞ്ഞത്? ഒരു കാര്യം പറയട്ടെ. അദ്ദേഹം ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹം പലവട്ടം ഉപയോഗിച്ചു കിഫ്ബി. ആ പ്രോജക്റ്റ് 1600 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്താണെന്ന് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവോ? നിലയ്ക്കൽ എത്രായിരം പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് പ്രോജക്റ്റ് പറയുന്നതെന്ന് താങ്കൾക്കറിയാമോ? 50,000 ഭക്തർ വന്നാൽ അവർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 50,000 പോയിട്ട് 25,000 പോയിട്ട് 10,000 പോയിട്ട് ചെയ്യാൻ കഴിഞ്ഞോ? അതാ എൻ്റെ ചോദ്യം. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് മോണോ റെയിൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മിസ്റ്റർ ഈ പറയുന്ന പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത്. ഒരു കട്ട അതിന്റെ പുറത്ത് വെക്കാൻ കഴിഞ്ഞോ? അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇരുന്ന കാലത്ത് ജലത്തിന്റെ ദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടി പണിതിട്ടുള്ള വലിയ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ പുറത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് അതിലേക്ക് അപ്രോച്ച് റോഡുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾ പറയുന്ന കിഫ്ബി എവിടെ ചെയ്തു എന്നാണ് പറയുന്നത്? എരുമേലിയിൽ. ആ എരുമേലിയിൽ ഏത് നിർമ്മാണ പ്രവൃത്തിയാണ് നിങ്ങൾ പൂർത്തിയാക്കിയത്? ഭാഗികമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? വേണ്ട, ഒരു 10% പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? നിയമസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ കൊടുത്ത കണക്ക് പ്രകാരം 1600 കോടി രൂപ എന്ന് പറയുന്നത് പുസ്തകത്തിലെ പശുവാണ്. അത് പുല്ലുതിന്നത്തില്ല. അവിടെ ആകെ മുടക്കിയിട്ടുള്ള തുക, നിയമസഭാ ചോദ്യോത്തരം ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടെ ആകെ മുടക്കിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 81 കോടി രൂപയാണ്. മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പറഞ്ഞു, റവന്യൂവിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആലപ്പുഴയിൽ ആലപ്പുഴയിൽ തുറവൂർ മുതൽ കഴക്കൂട്ടം വരെ ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തു. ആ പണമാരാ കൈപ്പറ്റിയത്? ചുരുക്കം ചിലയിടങ്ങളിലെ ആർച്ചും കാണിക്കയും പൊളിച്ച പണം അവർ ദേവസ്വം ബോർഡിന് കിട്ടിയെന്ന് ചോദിച്ചാൽ ബാക്കി മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചടക്കി സ്ഥലം ഏറ്റെടുത്തതിന്റെ പണം ഏതാണ്ട് 256-ലധികം കോടി രൂപ.
മേടിച്ചെടുത്തിരിക്കുന്നത് കേരള സർക്കാരാണ് സാർ. ആണോ ഗോപൻ? ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ട പണം. ആണോ ഗോപൻ? അത് അത് ഗുരുതര പോലും ആരോപണമാണ്. ദേവസ്വം ബോർഡിന് കൊടുക്കാത്ത ഗവൺമെന്റ് ആണോ ഗോപൻ? മനസ്സിലായില്ലേ? പണ്ട് 40 ലക്ഷം. ഇത് കേൾക്ക്, ഒരു സെക്കൻഡ്. പണ്ട് 40 ലക്ഷം. പിന്നീട് AK മുഖ്യമന്ത്രി ആയിരുന്നു. ഇത് കേൾക്കൂ, ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞു തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഇടപെടണ്ട. ഒരു സെക്കൻഡ്. പണ്ട് കേവലം ദേവസ്വം ഭൂമികൾ പൊതുവായി ഉപയോഗിക്കുന്ന ഇടങ്ങളുടെ വാടക ഇനത്തിൽ കിട്ടുന്ന അടക്കമുള്ള തുക കണക്കാക്കി സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കുമായിരുന്നു. പിന്നീട് 40 AK വന്നപ്പോൾ 82 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് കിട്ടുമായിരുന്നു. അത് 10 കോടി ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് പിണറായി വിജയന്റെ കാലത്ത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി 1 രൂപ കൊടുത്തോ? 82 ലക്ഷത്തിന് മുകളിൽ ദേശീയവാദയ്ക്ക് ഭൂമി ഏറ്റെടുത്തപ്പോൾ ശ്രീ PK ഗോപൻ അത് ദേവസ്വം ബോർഡിൽ കൊടുക്കേണ്ട ഭൂമി സർക്കാർ കൈപ്പറ്റിയെന്ന ഗുരുതര ആരോപണമാണ് അൽബോസ് ഉന്നയിക്കുന്നത്. ഗുരുതര ആരോപണമല്ല, വിത്ത് ഓൺ റെക്കോർഡ് ഞാൻ സംസാരിക്കുന്നു. ഞാൻ റെഡിയാണ്, ചലഞ്ച് ചെയ്യുന്നു. ശരി ഗോപൻ മറുപടി. ഞാൻ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജിംസ് എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയാൻ ഒരുങ്ങിയത്. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഇടപെട്ടതല്ല. അദ്ദേഹം ഈ കണക്കുകൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കും. ഒറ്റ പ്രശ്നം കൊണ്ട് ഈ പ്രശ്നം ചർച്ചയിലൊക്കെ ചിലപ്പോൾ ഇടപെട്ടുന്നിരിക്കും. അതൊന്നും വ്യക്തിപരമായ പ്രശ്നം. ഗോപൻ തുടരും പ്ലീസ്. വ്യക്തിപരമായി എനിക്ക് അങ്ങേ ഞാനൊരു നല്ല സഹോദരനെ പോലല്ലേ കാണുന്നത്. എനിക്കെന്താ അങ്ങേട്ട് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന നമ്മുടെ കുടുംബകാര്യമല്ലല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നത് അജിംസ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ശബരിമലയെക്കുറിച്ച് അങ്ങിത് പറയുമ്പോൾ, കിഫ്ബിയെക്കുറിച്ച് അങ്ങിത് പറയുമ്പോൾ, നിങ്ങൾ ഈ കിഫ്ബി കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത്, അതിൻ്റെ വൈപുല്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ഇത് ഏട്ടിലെ പശുവാന്ന് പറഞ്ഞു. സാർ, ഇന്ന് ഡേറ്റ കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. 96,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ ഏറ്റെടുക്കുകയും 80,000 കോടി രൂപയുടെ കിഫ്ബി പൂർത്തീകരിക്കുകയും 637 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലോകത്താദ്യമായിട്ട് ലഭിച്ചു റവന്യൂ മന്ത്രി. 937 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ലോകത്താദ്യമായി അവസരം ലഭിച്ച വിദ്യാഭ്യാസ മന്ത്രിമാർ. ഈ 100 കണക്കിന് അത്തരം കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും ഒരുക്കാൻ കഴിഞ്ഞ ഓരോ താലൂക്ക് ആശുപത്രി 5-10 നിലകൾ പൂർത്തീകരിക്കാൻ, ഓരോ മെഡിക്കൽ കോളേജിലും 100-150 കോടി രൂപ മുടക്കി നിർമ്മിതികൾ പൂർത്തീകരിക്കാൻ, കിഫ്ബിയുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് 5,000 ലക്ഷം കോടി രൂപ സംസ്ഥാന പറഞ്ഞോട്ടെ. ഇപ്പോൾ എത്ര കടം ഞങ്ങളുടെ ഗവൺമെന്റ് മാറുമ്പോൾ നമ്മൾ കിഫ്ബിയെ പറ്റി ചർച്ച ചെയ്യില്ലേ പ്ലീസ്? ഞാൻ ശബരിമലയിലേക്ക് വരും. കിഫ്ബി വഴി ചെലവഴിച്ച തുക മുഴുവൻ ശബരിമലയ്ക്കാണ് എന്ന വാദമാണ് അനിൽ ബോസ് ചോദിക്കുന്നത്. കടത്തിന്റെ കണക്ക് ഞാൻ പറയാം. ഓക്കെ, അല്ല ഞാനത് അതിലേക്ക് വരാം സാർ, അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് വേറെ പല കാര്യത്തിലും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഈ നാഷണൽ ഹൈവേ ഗോപനാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ സാർ, ഗോപനാണ് പറഞ്ഞത് 1,600 കോടി 10 വർഷം കൊണ്ട് ചെലവഴിച്ചു. അതിന്റെ കണക്കാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അന്ന് പറയുന്നു റോഡ് ഉണ്ടാക്കിയ കണക്കാണ്, സ്കൂൾ ഉണ്ടാക്കിയ കണക്കാണ്, കിഫ്ബി വഴി ചെലവഴിച്ചതാണെന്ന്. ശബരിമലയ്ക്ക് എത്ര ചെലവഴിച്ചു അത്രേ ചോദിച്ചുള്ളൂ. അത് മാത്രമാണ് നമ്മുടെ വിഷയം. ഓഫീസുകളും താലൂക്ക് ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല. അനിൽ ബോസ് ഒന്ന് വഴങ്ങൂ പ്ലീസ്. ഞാൻ ചോദിക്കുന്നുണ്ട് അനിൽ ബോസ്. ശ്രീ PK ഗോപൻ, അങ്ങാണ് പറഞ്ഞത് 1,600 കോടി 10 കൊല്ലം ചെലവഴിച്ചു ശബരിമലയ്ക്ക് വേണ്ടിയെന്ന്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ശബരിമലയ്ക്ക് ചെലവഴിച്ച തുക എത്രയാണെന്നാണ് അങ്ങോട്ട് ചോദിച്ചുള്ളൂ. അതിന് വില്ലേജ് ഓഫീസിന്റെയും സ്കൂളിന്റെയും ആശുപത്രിയുടെ കണക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് അല്ല, അങ്ങ് അത് കണക്ക് പറയേണ്ട കാര്യം പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്ന എന്റെ കാര്യം പറയാനല്ലോ. ശബരിമലയാണ് കിഫ്ബി ഏട്ടിലെ പശു അല്ലെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് ഞങ്ങൾ തെളിയിച്ചു. ഇനി ശബരിമല വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്തെടുത്ത് അല്ലെങ്കിൽ അത് റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായിട്ടോ മറ്റെന്തിൻ്റെങ്കിലും കാര്യമായിട്ട് അത് ഡിമോളിഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം ആദ്യം വരുന്നത് സർക്കാർ അക്കൗണ്ടിലാ. ഞാൻ അജിംസിന് ബോധ്യപ്പെടുന്ന ഒരു കണക്ക് പറയാം. സർക്കാർ സ്കൂളുകൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ്. LP സ്കൂളുകളും UP സ്കൂളുകളും പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജില്ലാ പഞ്ചായത്തിന്റെയും.
ഈ ജില്ലാ പഞ്ചായത്തിന്റെ അല്ലെ മറ്റേതെങ്കിലും സംവിധാനത്തിൽ ഇരിക്കുന്ന സർക്കാർ സ്കൂളിന്റെ സ്ഥലം നാഷണൽ ഹൈവേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം ആ ഫണ്ട് പോകുന്നത് എവിടേക്കാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു തീരട്ടെ. ദേവസ്വം ബോർഡ് രൂപകൽപ്പന ചെയ്തപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ സാറേ, ഞാനത് പറഞ്ഞു തീരട്ടെ. ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല, അത് ശരിയല്ല സാർ. അത് പറയാൻ സമ്മതിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? പറഞ്ഞു. ഞാൻ അതിന്റെ സാങ്കേതികത്വം ഒന്ന് പറയട്ടെ. ഞാൻ സാങ്കേതികത്തെ പറഞ്ഞിട്ട് അങ്ങ് എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതായത് ഈ ഫണ്ട് ദേവസ്വം ബോർഡിന് തന്നെ ഉള്ളതാണ്. ഇതിന്റെ നിയമം ഉള്ളത് കൊണ്ടാണ്, അല്ല സർക്കാരിന് ഫണ്ട് എൻട്രോ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ നിയമത്തിൽ ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തില് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് 10 പൈസ ആർക്കും ചെലവഴിക്കാൻ പറ്റുമെന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആളുടെ പേര് അനിൽ ബോസ്. ഒരു പൈസ ദേവസ്വം ബോർഡിന്റെ ഒരു മന്ത്രിക്കോ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പണ്ട് RSSകാർ പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോഴും പ്രസംഗിച്ചു നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യം വരുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്തുകൊണ്ട് പോകുന്നു. എടുക്കാൻ പറ്റില്ല സാർ. ഓക്കെ, അതൊരു സംഘപരിവാർ വാദം കൂടിയായിരുന്നു. പലതവണ റീബട്ട് ചെയ്തിട്ടുള്ളതാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അനിൽ ബോസ്. അതുകൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ട പണം സർക്കാർ എടുത്തു എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള പ്രൊപ്പഗൻഡയായി മാറാൻ സാധ്യതയുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, അത്രമാത്രം ലൂസായി പോയ ഒരു സംവിധാനം, അതായത് തീരെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം ഇതുവരെ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടില്ല. അങ്ങനെ പറയാം, അടിച്ചു മാറ്റിയെന്ന് പറയരുത് പ്ലീസ്. കൈമാറിയിട്ടില്ല എന്ന് പറയാം, കറക്റ്റാണ്. ഇത് കേൾക്കൂ. ഇന്ത്യൻ യൂണിയനുമായി ഒരു സെക്കൻഡ്, ഇന്ത്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ചിത്തരനാൾ മഹാരാജാവ് ഒരു കവനന്റിലൂടെ ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ അന്ന് രാജഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന വസ്തുവകൾ കെട്ടിടങ്ങളെല്ലാം വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്തത് അതിൻ്റെ അകത്ത് ഏകപക്ഷീയമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോമ്പൻസേഷൻ ലഭിക്കേണ്ട ദേവസ്വം ബോർഡിനാണ്. ആ പണം ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന വാദഗതിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശരി, അതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ പറയുന്നത് അങ്ങ് നാളെ ഹൈക്കോടതി രാഹുൽ ഈശ്വർ സംഘപരിവാറിന്റെ വളരെ നാളായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയാണ് ദേവസ്വം ബോർഡിന്റെ പണം സർക്കാർ അടിച്ചു മാറ്റുന്നു എന്നുള്ളത്. ആ പ്രൊപ്പഗൻഡയ്ക്ക് ഉപോത്ബലകമായ ഒരു ആരോപണമായി മാറുന്നുണ്ടോ ഇത് രാഹുൽ ഈശ്വർ? ശരി, ഒരു നിമിഷം രാഹുൽ ഈശ്വർ പറഞ്ഞോട്ടെ, സമയം പോയി, അതുകൊണ്ടാണ്. പ്ലീസ് രാഹുൽ ഈശ്വർ. ആ വിഷയം വർഷങ്ങളോളം എടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 2 കാര്യങ്ങൾ, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ശബരിമലയിലോ ഏതെങ്കിലും അമ്പലത്തിൽ വീഴുന്ന 1 രൂപ പോലും സർക്കാർ എടുക്കുന്നില്ല. ഇനി കുറെ കൂടെ തീവ്ര വലതുപക്ഷക്കാരൻ പറയുന്നത് അമ്പലത്തിൽ വീഴുന്ന കാശെടുത്ത് ക്രിസ്ത്യാനിക്കും മുസ്ലിംക്കും കൊടുക്കുന്നതാണ്. അങ്ങനെയേ ഇല്ല. അയ്യമ്പലത്തെയോ ശബരിമലയിൽ വീഴുന്ന 1 രൂപ പോലും എടുക്കുന്നില്ല. പക്ഷേ ശ്രീ അനിൽ ബോസ് റേസ് ചെയ്തത് കുറെ കൂടെ ന്യൂവാൻസ്ഡ് ആയ ഒരു പോയിന്റാണ്. ഒരുപാട് കാലമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവർ സൂചിപ്പിക്കുന്നതാണ്. അതായത് ചരിത്രത്തിലടക്കം ഈ വസ്തുവകകൾ ദേവസ്വത്തിന്റെ ഏറ്റെടുത്തപ്പോൾ കോമ്പൻസേഷൻ പ്രോമിസ് ചെയ്തിരുന്നു. അതിന്റെ റിവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടന്നില്ല. അത് തന്നെ ഇപ്പം ശതകോടികളിലേക്ക് വരുമെന്നൊരു ആർഗ്യുമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതും RSS പറയുന്ന ആർഗ്യുമെന്റും വേറെയാണ്. 2, ഇപ്പൊ ഈ നാഷണൽ ഹൈവേ എടുത്ത വിഷയം എനിക്കത് അറിയില്ല. ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡിനെ കൊടുക്കണം. കാര്യം നമ്മുടെ നാട്ടിലെ ദേവസ്വം സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ഗവൺമെന്റ് സംവിധാനമാണ്. പൂർണ്ണമായും ഗവൺമെന്റ് അല്ല, എന്നാൽ സെമി ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പം ശരിക്കും വേണ്ട എന്താ, ഗവൺമെന്റിന്റെ ഹെൽപ്പും ഈ ആ ദേവസ്വം ബോർഡിന്റെ ഇനീഷ്യേറ്റീവും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് 2 സംഭവിക്കാറില്ല എന്നുള്ളതാണ്. അവിടെയാണ് കുറച്ചുകൂടി ഈ വിഷയത്തെ നമ്മൾ കാണണം. നമുക്ക് എന്തായാലും ദേവസ്വം ബോർഡ് സംവിധാനത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേറൊരു ക്യാമ്പയിൻ തന്നെയുണ്ട്, ഈ മുക്ത് കരോ ടെമ്പിൾസ് എന്ന് പറഞ്ഞ്. അതൊന്നും പലപ്പോഴും പ്രായോഗികമല്ല. കർണാടകത്തിൽ BJP ഗവൺമെന്റ് പോലും അങ്ങനെ ഇനീഷ്യേറ്റീവായി കൊണ്ടുവന്ന് അവസാനം അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനൊക്കെ ഒരുപാട്, അതായത് ജാതീയപരമായ പ്രശ്നങ്ങൾ പോലും ഉണ്ട്. ഈ അമ്പലങ്ങളുടെ അധികാരം തിരിച്ചു കൊടുത്താൽ അതിൽ ഏത് ശ്രേണിയിലേക്ക് പോകും തുടങ്ങിയ ഇൻഹിബിഷൻസ് വളരെ ജെനുവിനായി തന്നെ ഉണ്ട്. അതിനെ ബഹുമാനിക്കുന്നു. അവിടെയാണ് വിശ്വാസികൾക്ക് കുറെ കൂടെ പ്രാതിനിധ്യമുള്ള, മുമ്പ് പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിക്കുന്നത് ആക്റ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കാത്തവർ വരണം. ഇത് തന്നെ എനിക്ക് തോന്നുന്നു ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലും സമാനമായ ഒബ്സർവേഷൻ ഉണ്ട്, സബ്ജക്ട് ടു ആ നെയിം കറക്ഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫെയ്ത്ത് ഫ്രണ്ട്ലി അപ്രോച്ച് CPM-ഉം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കണം. നമ്മുടെ രാജഗോപാലൻ നായർ സാറൊക്കെ CPM-ന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം എഗ്രി ചെയ്യുന്ന ഒരു നിലപാടാണ്, കുറെ കൂടെ ഫെയ്ത്ത് ഫ്രണ്ട്ലി ആയിരിക്കണം. ഈ ഫെയ്ത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ വിശ്വാസത്തിലെടുക്കണം. അവരുടെ ഇനീഷ്യേറ്റീവുകളെയും ഊർജ്ജത്തെയും എനർജിയെയും യൂസ് ചെയ്യണം. ഇപ്പം ശബരിമലയിൽ ദേവസ്വം ബോർഡ് തന്നെ ചരിത്രപരമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പലരുടെയും അവകാശങ്ങളും അധികാരങ്ങളും കവർന്നെടുക്കുക ചെയ്തത്. ഉദാഹരണം, പണ്ട് വെടിപരിപാടിന് നമ്മുടെ ചീരപ്പഞ്ചിറക്കടക്കം അവകാശം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അവരുടെ എല്ലാം തിരിച്ചു പിടിക്കുന്നതിന് പകരം എല്ലാരെയും ഒരുമിച്ച് പോകുന്ന ഫെസിലിറ്റേറ്റർ കോർഡിനേറ്റർ ആണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
നമ്മുടെ ആറ്റുകാലും ശബരിമലയും നോക്കിയാൽ മതി. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത് ആറ്റുകാൽ അമ്പലമാണ്. ഗവൺമെന്റ് ഗംഭീരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ ഇൻഇഫക്റ്റ് പലപ്പോഴും നടത്തുന്നത് ഗവൺമെന്റും ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡുമാണ്. വേണ്ട രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുകയും വേണം. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതിൽ ശരി, ഇന്ന് ഹൈക്കോടതി ഉയർത്തിയ വിമർശനങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായി എടുക്കാൻ പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ രാഹുലേശ്വർ ഗോപൻ, അനിൽ ബോസ്.